Hey souls, hope you are doing well. Explore your destiny. So നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായാണോ സ്നേഹിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. സോ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. സേ their name 3 times. പോസിറ്റീവായിട്ട് ആ ഒരു വ്യക്തിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. സോ എല്ലാവർക്കും റീസണേറ്റ് ആവണം എന്നില്ല. റീസണേറ്റ് ആവുന്നത് എടുക്കുക. അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം. ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് വളരെയധികം ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് വളരെയധികം ഇമോഷൻസും ഫീലിങ്സും എല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു വ്യക്തിയുടെ ഗോൾസിലാണ്. ഓക്കെ, അതിലൊരു കാര്യമാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ്. നിങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തിക്ക് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹമുള്ളതായി കാണുന്നു. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നാളെ ആയിട്ടുണ്ടായിരിക്കുള്ളൂ, അല്ലെങ്കിൽ കുറേ നാളായിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോഴും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് അറിയാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു ചിന്തയിലാണ് ഈ ഒരു വ്യക്തി. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം സന്തോഷത്തിലാണ് ചിന്തിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതും. ഓക്കെ, നിങ്ങൾ മേ ബി എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടൊക്കെ ഇരിക്കായിരിക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നെക്കുറിച്ച് വല്ല നെഗറ്റീവ് ആയിരിക്കുമോ ചിന്തിക്കുന്നത്, എന്നെക്കുറിച്ച് വല്ല നെഗറ്റീവ് ആയിരിക്കുമോ മനസ്സിലുള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയൊന്നുമല്ല, പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളത്. പക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് ഡീപ്പ് കണക്ഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തിക്ക് നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. മേ ബി ട്വിൻ ഫ്ലെയിം ആണോ, അല്ലെന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ കണക്ഷൻ ആണോ, എന്ത് കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നുള്ളത് അറിയാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ആഗ്രഹമുള്ളതായി കാണുന്നു. പാസ്റ്റ് കണക്ഷനിലുള്ള ആളാണോ എന്നൊക്കെ അറിയാൻ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹമുള്ളതായി കാണുന്നു. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി വളരെയധികം പ്രാക്ടിക്കൽ ആയിട്ടാണ് ചിന്തിക്കുന്നത്. ഓക്കെ, തമാശ കളിച്ചോ അല്ലെങ്കിൽ ഒരു സീരിയസ്നെസ് ഇല്ലാതെയോ അല്ല, വളരെയധികം പ്രാക്ടിക്കലി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി വളരെയധികം സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്, വളരെയധികം വാല്യൂ നൽകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു റൊമാൻറ്റിക് കണക്ഷനിലേക്ക് പോവാണ്, ഒന്നും കൂടി ഡീപ്പ് ആവാണ്. മേ ബി നിങ്ങളിപ്പം വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ലായിരിക്കാം, നിങ്ങൾക്കറിയില്ല ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. നിങ്ങളുടെ അടുത്ത് മേ ബി ഈ ഒരു വ്യക്തി വലിയ ജാടയൊക്കെ ഇട്ട് നിങ്ങളെ മൈൻഡ് പോലും ചെയ്യാതെ നിങ്ങളെ അറിയാത്ത രീതിയിലായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത്. പക്ഷേ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കാം. പക്ഷെ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹവും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മേ ബി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ട് നിങ്ങളിപ്പം ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോകുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, പക്ഷേ നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി കാണും, ഈ ഒരു വ്യക്തി ഇപ്പൊ എന്താണ് ചെയ്യുന്നത്, ഈ ഒരു വ്യക്തിക്ക് വേറെ പാർട്ട്ണറിനെ കിട്ടിയോ, ഈ ഒരു വ്യക്തി നിങ്ങളെ മറന്നോ, എന്താണ് ഇപ്പം ഇങ്ങനെ ഒരു കണക്ഷൻ പോകാനായിട്ടുള്ള ഒരു കാര്യം, അതിന് മാത്രം എന്താണ് നടന്നത് എന്നൊക്കെ ആലോചിച്ച് എന്നാലും നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി വിളിക്കാനോ നിൽക്കാൻ അല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ള പേടിയിൽ നിങ്ങൾ ഒരു കോണ്ടാക്റ്റും ചെയ്യാതെ നിങ്ങൾ പക്ഷെ ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങളെല്ലാം തിരക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ആ ഒരു വ്യക്തി ഇടുന്ന പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റോറീസ് എല്ലാം നിങ്ങൾ പോയി നോക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് അതൊക്കെ കാണുമ്പോൾ മേ ബി ഹേർട്ട് ആവുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഒരു മെസ്സേജോ അല്ലെങ്കിൽ കോളോ വന്നാലും നിങ്ങൾ അതെല്ലാം മറന്ന് ചാടി കയറി ഒരു റിപ്ലൈ കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാൾക്കാരായിരിക്കാം നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ആ ഒരു മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങളെ ഈ ഒരു വ്യക്തി ഒരുപാട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു വ്യക്തി എന്നെ മനസ്സിലാക്കാതെ പോയല്ലോ, ഇത്രയുമൊക്കെ സ്നേഹിച്ചിട്ട് എന്താണ് എന്നെ ഇത്രയും ഒരു ഒരു തുള്ളി പോലെ എന്നെ മനസ്സിലാക്കാത്തത് എന്നുള്ളൊരു വിഷമം നിങ്ങൾക്കുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഡീപ്പർ ലെവലിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കൊച്ചുകുട്ടികളെ പോലെ വഴക്കുണ്ടാക്കാതെ മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു വ്യക്തി ഇടയ്ക്ക് നിങ്ങളെക്കുറിച്ച് നെഗറ്റീവും ചിന്തിക്കാറുണ്ട്. നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് ഈ ഒരു വ്യക്തിക്ക് വരാറുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി പരമാവധി അതിലേക്ക് പോവാതെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാനായിട്ടാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഒരു ടെൻഷനുണ്ട്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുമ്പം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോകാതിരിക്കുമ്പം എന്ത് ചെറിയൊരു കാര്യത്തിന് പോലും വഴക്കിട്ടിട്ട് ഒരുപാട് നേരം അല്ലെങ്കിൽ ഒരുപാട് ദിവസം മിണ്ടാതിരുന്നിട്ട് അങ്ങനെയുള്ള ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് ഒരു എന്താ പറയുക, ഒരു ഇഷ്ടക്കുറവ് തോന്നുമോ എന്നുള്ളൊരു ഫീലിങ്സും കാര്യങ്ങളെല്ലാം ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി അതിൽ വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുന്നതായി കാണുന്നു.
ഈ ഒരു വ്യക്തിക്ക് ഇപ്പം നിങ്ങളുടെ അടുത്ത് എങ്ങനെങ്കിലും ഒക്കെ ഒന്ന് സംസാരിച്ചാൽ മാത്രം മതി. സോ ചിലപ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളോട് ഈ ഒരു വ്യക്തി വന്ന് സംസാരിക്കും. പക്ഷെ അതൊരു വഴക്കിലായിരിക്കാം സംസാരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സംസാരിച്ചു എന്നുള്ള ഒരു ഫീലിങ്സ്, ഒരു സന്തോഷം കാണും മനസ്സിൽ, പക്ഷെ ഒരു സമാധാനം കാണും. പക്ഷെ നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്തിനായിരിക്കും ഒരു കാര്യമില്ലാതെ ഞാൻ പോലും മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ വെച്ചിട്ട് എന്തിനായിരിക്കും എന്നോട് വഴക്കുണ്ടാക്കുക, അങ്ങനെയുള്ള ഒരു ഫീലിങ്സ് ആയിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, നിങ്ങളെ ഒട്ടും നഷ്ടപ്പെടുത്താനും സാധിക്കില്ല, എന്നാൽ നിങ്ങളോട് വഴക്കിടുകയും വേണം. എന്നാൽ അവരായിട്ട് വന്നിട്ട് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് സമ്മതിച്ച് തരില്ല, അല്ലെങ്കിൽ അവരായിട്ട് വന്ന് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻസ് ഒക്കെ മാറ്റാനായിട്ട് നിൽക്കില്ല. ഓക്കെ, അവരോട് വന്ന് സംസാരിക്കാൻ വേണം, എന്നാൽ അവരായിട്ട് ഒരു ആക്ഷൻ എടുക്കുകയില്ല. അങ്ങനെയുള്ളൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഏജിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കാം, നിങ്ങളുടെ കാസ്റ്റിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഇതിൽ ചിലരൊക്കെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് ഇപ്പം. എല്ലാ രീതിയിലും ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ ഇരുന്ന് വിഷമിക്കുന്നുണ്ടോ, നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനിയും വരാൻ പോകുന്നത്. ഓക്കെ, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കാനായിട്ട് പോകുന്നത്. നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളും, പക്ഷേ നിങ്ങളോട് സംസാരിച്ചു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഫീൽ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കും. മേ ബി ഇതിൽ ചിലർക്കൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇടയ്ക്ക് വന്ന് മെസ്സേജ് അയച്ചിട്ട് പോകുന്നത് കാണാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം മനസ്സിലാക്കണം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ട്. പക്ഷെ ഈ ഒരു ഇടയ്ക്ക് വരുന്ന വരവ് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ചിന്തകൾ മനസ്സിൽ കയറുമ്പോഴാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പോവുക, പിന്നെയും വരാ, പിന്നെയും പോവുക, അങ്ങനെയുള്ള ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലേക്ക് പോകുന്നത്. ഓക്കെ, ഇപ്പം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഹേർട്ടിംഗ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഈ ഒരു ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇനിയുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ ഇനിയുള്ള കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കാം എന്നാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. പഴയ കാര്യങ്ങൾ എത്ര നെഗറ്റീവ് ആണെങ്കിലും ആ ഒരു വ്യക്തി അതിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഈ ഒരു വ്യക്തി വിശ്വസിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സെലിബ്രേഷൻ വരാണ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കണ്ട ആ ഒരു ദിവസം, നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വന്ന ആ ഒരു ദിവസം, ആ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഈ വരുന്ന ദിവസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളായിരിക്കാം നിങ്ങൾ ആദ്യമായിട്ട് കണ്ട ആ ഒരു മാസമായിരിക്കാം ഇനി വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ദിവസമായിരിക്കാം. ഓക്കെ, ആ ഒരു ദിവസം ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്നും നിങ്ങൾക്ക് ഒരു കോണ്ടാക്ട് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു കോൾ, ഒരു മെസ്സേജ്, ഓർ ഒരു ഗിഫ്റ്റ് എങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു വ്യക്തിയുടെ സൈഡിൽ നിന്നും ഒരു പോസിറ്റീവ് റെസ്പോണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങളിപ്പം ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ മേ ബി നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ഇഷ്ടത്തിലായ വ്യക്തികളായിരിക്കാം. ഓക്കെ, നിങ്ങൾക്കിടയിൽ നടന്ന പഴയ കാര്യങ്ങൾ ഒന്നും ഓർക്കാൻ ഇപ്പം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. എന്ത് കാര്യമായിക്കോട്ടെ, ഈ ഒരു വ്യക്തി അതെല്ലാം മറന്ന് പുതിയതായി നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആദ്യമേ എങ്ങനായിരുന്നു ആ ഒരു ലെവലിൽ പോകാം, അതിന്റെ ഇടയ്ക്ക് നടന്ന സംഭവങ്ങളെല്ലാം മറക്കാം എന്നുള്ള ചിന്തയിലാണ് ഈ ഒരു വ്യക്തി. അതെല്ലാം മറന്ന് നിങ്ങളുമായി സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത്. ഒരു ട്രാൻസ്ഫോർമേഷൻ വരാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് വളരെയധികം ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരു ടൈമാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ, ഈ ഒരു വ്യക്തിക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വർക്ക് ആവുന്ന ഒരു ടൈം ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പെട്ടെന്ന് ഒരുപാട് മിസ് ചെയ്ത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഈ ഒരു വ്യക്തിക്ക് വരും. ഓക്കെ, നിങ്ങളോട് ഒരുപാട് സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിത്. മേ ബി നിങ്ങളെ ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ കണ്ടിട്ട് തന്നെ ഒരുപാട് നാളായിരിക്കാം. ചിലർക്കൊക്കെ എപ്പോഴും അടുത്ത് ഉള്ള ആൾക്കാരായിരിക്കാം, അതുകൊണ്ട് തന്നെ എപ്പോഴും കാണാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കാം. പക്ഷെ ഇതിൽ ചിലർക്കൊക്കെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ ഒരു സ്ഥലത്ത്, ആ ഒരു വ്യക്തി വേറൊരു സ്ഥലത്തായിരിക്കാം വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ താമസിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കൂടെ ആയിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ, ഇന്ന് വരെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റി, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് സോൾവ് ആക്കിയിട്ട് ഒരു റീസ്റ്റാർട്ട്, അല്ലെങ്കിൽ ഒരു റിയൂണിയൻ, റിക്കൺസിലേഷൻ, ഈ ഒരു പ്രശ്നങ്ങളെല്ലാം മാറി പുതിയതായി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടെ ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ,
ചിലപ്പം ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം കണ്ടിട്ട് ചില സമയത്തൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ഇതെന്ത് സ്വഭാവമാണ് ഓന്ത് നിറം മാറുന്നത് പോലെ ആയിരിക്കുമല്ലോ നിറം മാറുന്നത്. ചിലര് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം എന്നെ വേണ്ടാന്ന് കരുതിയിട്ട് പോയതായിരിക്കാം, എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കാം, ഓക്കെ എന്റെ അടുത്തുനിന്ന് പോയിട്ടുണ്ടാവാം, ഇനി എന്നെ കോണ്ടാക്ട് ചെയ്യില്ലായിരിക്കാം എന്നൊക്കെ ഓർത്ത് ഒരുപാട് വിഷമിച്ച് ഒരു കാര്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്ത് കരഞ്ഞിരിക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളിൽ ചിലരെങ്കിലും. ഓക്കെ, ഒരുപാട് നേരം കരഞ്ഞതിന് ശേഷം ഈ ഒരു വ്യക്തിയുടെ സൈഡിൽ നിന്നും ഒരു പോസിറ്റീവ് റെസ്പോണ്ട് അല്ലെങ്കിൽ ഒരു കോൾ ഓർ മെസ്സേജ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പം നിങ്ങൾ അത്രയും നേരം കരഞ്ഞത് എന്തിനായിരുന്നു എന്ന് ചിന്തിച്ച് പിന്നെയും നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ് അടിക്കുന്ന ഒരു ടൈം ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ഒരുപാട് നേരം ഈ ഒരു വ്യക്തിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ച് കൂട്ടി അവസാനം വരുമ്പോഴത്തേക്ക് നിങ്ങൾ പിന്നെ വിഷമത്തിലേക്ക് പോവുകയും പിന്നെയും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിനെ കോൺടാക്ട് ചെയ്യാൻ നേരത്ത് മേ ബി ഈ ഒരു വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ കോൺടാക്ട് അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു വ്യക്തി മൈൻഡ് ചെയ്യാതെ അത് ഒരു മെസ്സേജ് അയച്ചാൽ അത് സീൻ ചെയ്തിട്ട് റിപ്ലൈ തരാതെ അങ്ങ് പോകും. അപ്പൊ നിങ്ങൾക്കത് ഭയങ്കര ഹേർട്ട് ആവും, നിങ്ങൾ വളരെയധികം വിഷമിച്ച് അവിടെ ഇരിക്കും. നിങ്ങൾക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ പോലും അല്ലെങ്കിൽ ഒരു കാര്യത്തിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ഒരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഡീപ്പ് ഫീലിങ്സിലൂടെ ആയിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വളരെയധികം വിഷമിച്ചിട്ടായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഈ ഒരു വ്യക്തി അതൊന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അതൊന്നും മനസ്സിലാക്കുന്നില്ല. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്ന ഒരു ടൈമിൽ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാണ് ആ ഒരു കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മേ ബി ബ്ലൂ ബട്ടർഫ്ലൈസിനെ നിങ്ങൾക്ക് ഒരുപാട് കാണാനായിട്ട് സാധിക്കും, കപ്പിൾ ബട്ടർഫ്ലൈസിനെ നിങ്ങൾക്ക് ഒരുപാട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, വൈറ്റ് കളറിലെ ബട്ടർഫ്ലൈസിനെയൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുവരണം ഈ ഒരു ചിന്ത, ആ ഒരു വ്യക്തി എന്റെ അടുത്ത് എത്താറായി, ഓക്കെ ആ ഒരു വ്യക്തി എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയം അടുക്കാറായി. അടുത്ത് കഴിയുമ്പോഴായിരിക്കാം നിങ്ങൾ ബ്ലൂ ബട്ടർഫ്ലൈസിനെ കാണുന്നത്. ഓക്കെ, ആ ഒരു സമയം മനസ്സിൽ നിങ്ങൾ ഒരുപാട് എക്സ്പെക്ടേഷൻ വെക്കാതെ അല്ലെങ്കിൽ ഒരുപാട് ഹോപ്പ് വെക്കാതെ വരുന്നത് വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ നിങ്ങളെ ആ ഒരു വ്യക്തി കോൺടാക്ട് ചെയ്യും. ഓക്കെ, ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് അവരുടെ ഇമോഷൻസ് തുറന്നു കാണിക്കണം എന്ന ആഗ്രഹമുണ്ട്. ഓക്കെ, പക്ഷെ ഈ ഒരു വ്യക്തി അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നില്ല എന്ന് മാത്രം. നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാതിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിപ്പം ഒരുപാട് നാളായി സംസാരിച്ചിട്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയം അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്നു പറയാണ്. അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ അവരത് ക്ലിയർ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സമയമാണിത്. ഓക്കെ, ഒരു ടെൻഷനും ഇല്ലാതെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാം എന്നുള്ളൊരു ദൃഢമായ ഒരു നിശ്ചയത്തോടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കാൻ ഈ ഒരു വ്യക്തി തയ്യാറായി നിൽക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് മേ ബി വരുന്നത് നൈറ്റ് ആയിരിക്കാം ഈ ഒരു വ്യക്തിയുടെ കോൾ ഒരു മെസ്സേജ് ഒക്കെ ഒരു 8 PM അല്ലെന്നുണ്ടെങ്കിൽ ഒരു 7 PM ആ ഒരു ടൈമിലായിരിക്കാം ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് നിങ്ങൾക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോളോ വരുന്നത്. ഓക്കെ, നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ഇതെന്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ബാലൻസ് ഇല്ലാതെ പോകുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കാം ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലേക്ക് കൊണ്ടുവരണം, ഒരുപാട് നേരം സംസാരിക്കണം, ഒരു ദിവസം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ആണ് സംസാരിച്ചാൽ മതി, നിങ്ങൾ ഓക്കെയാണ്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റെസ്പോണ്ട് എന്ന് പറയുന്നത് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അതൊക്കെ മാറി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം ഹാപ്പിനെസ് കൊണ്ടുവരാനാണ് യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, കരഞ്ഞിട്ടുണ്ടായിരിക്കാം, അതെല്ലാം മാറി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പീസ്ഫുൾ സിറ്റുവേഷൻ വരാണ്, ഒരു ഹാപ്പിനെസ് വരാണ്, നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോവാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനിയുള്ള ദിവസങ്ങളിൽ. എന്തായാലും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ വരാണ്, ഒരു ഹാപ്പിനെസ് വരാണ്. ഓക്കെ, ഇത്രയും കാലം നിങ്ങൾ വിഷമിച്ച ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചിന്തകൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറാനായിട്ട് പോവാണ്. നിങ്ങൾ ഇത്രയും കാലം വിഷമിച്ച ഈ ഒരു വ്യക്തിനെ കുറിച്ച് നിങ്ങൾ മേ ബി ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം എന്നെ ഒട്ടും ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കും എൻ്റെ അടുത്തുനിന്ന് പോയത്, അല്ലെങ്കിൽ വേറൊരാളെ കണ്ടു ആ ഒരു വ്യക്തിയുടെ അടുത്ത് അട്രാക്ഷൻ തോന്നി, എൻ്റെ അടുത്തുള്ള ആ ഒരു അട്രാക്ഷൻ പോയി. ആ ഒരു ടൈമിലായിരിക്കാം ഈ ഒരു വ്യക്തി എൻ്റെ അടുത്ത് നിന്നും അകൽച്ച ഉണ്ടായത്, നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു അകൽച്ച ഉണ്ടായതെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, ആ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ബിസി ആയിരുന്നെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്തിരുന്നെങ്കിലും ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഈ ഒരു വ്യക്തി മനസ്സിലാക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു. ഓക്കെ, ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചാണ് ഒരുപാട് ചിന്തിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ ഈ ഒരു വ്യക്തി വളരെയധികം സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് ഉടനെ തന്നെ വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഇതൊക്കെയാണ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു യൂണിവേഴ്സ്.